വെൽക്കം ടു upstoxkerala.in. upstoxkerala.in എല്ലാവർക്കും സ്വാഗതം. ടി-പിൻ അപ്സ്റ്റോക്സ് പ്രോ ന്യൂ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ടി-പിൻ എടുക്കുന്നത്, ആ ടി-പിൻ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്സ്റ്റോക്സ് പ്രോ ന്യൂ പ്ലാറ്റ്ഫോം ഏറ്റവും താഴെ കാണുന്ന അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ടിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഫണ്ട്സ്, പ്രൊഫൈൽ. ഇതിൽ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ മൈ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. മൈ അക്കൗണ്ടിൽ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. ഈ പ്രൊഫൈലിൽ ഇടതുഭാഗത്തായി നമുക്ക് കാണാം ജനറേറ്റ് ടി-പിൻ ഫോർ EDIS. ഈ ജനറേറ്റ് ടി-പിനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗെറ്റ് ന്യൂ ടി-പിൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം ചെക്ക് യുവർ ഇമെയിൽ ആൻഡ് SMS ഇൻബോക്സസ് ഫോർ ന്യൂ പിൻ. ഓക്കെ, ഡൺ കൊടുത്തു. അതിനുശേഷം ഈ വിൻഡോ ക്ലോസ് ചെയ്യുന്നു. ബാക്ക് വരുന്നു, വാച്ച് ലിസ്റ്റിലേക്ക് വരുന്നു. ഇമെയിലിലും SMS ആയിട്ടും നമുക്കിപ്പോ ടി-പിൻ വന്നിട്ടുണ്ട്. ടി-പിൻ ജനറേറ്റ് ആയി. ടി-പിൻ 130687. ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു. പോർട്ട്ഫോളിയോ ക്ലിക്ക് ചെയ്യുന്നു. ഹോൾഡിംഗ്സിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇക്വിറ്റി ആണുള്ളത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. NSE സെലക്ട് ചെയ്യുന്നു. മാർക്കറ്റ് എന്നത് മാറ്റി ലിമിറ്റ് ക്ലിക്ക് ചെയ്യുന്നു. കാരണം മാർക്കറ്റിലല്ല, എനിക്കത് 30 രൂപയ്ക്കാണ് സെല് ചെയ്യേണ്ടത്. അതിനുശേഷം റിവ്യൂ സെൽ ഓർഡർ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ CDSLന്റെ പേജിലേക്ക് ഫോർവേഡ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഐ ഹാവ് എ പിൻ. അത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ടി-പിൻ വെരിഫിക്കേഷൻ ചോദിക്കും. അപ്പോൾ നമ്മൾ ടി-പിൻ എൻ്റർ ചെയ്ത് കൊടുക്കാം. വെരിഫൈ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളോട് ഒരു OTP ഇമെയിലിലേക്കോ മൊബൈൽ നമ്പറിലേക്കോ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഇമെയിൽ ചെക്ക് ചെയ്യുമ്പോൾ OTP വന്നിട്ടുണ്ട്. ഈ OTPക്ക് 15 മിനിറ്റ് ആണ് വാലിഡിറ്റി. സോ 685208. OTP എൻ്റർ ചെയ്തതിനു ശേഷം വെരിഫൈ കൊടുക്കുന്നു. ടി-പിൻ അപ്രൂവ് ആയി. ഇപ്പോ ടി-പിൻ അപ്രൂവ് ആയിട്ടേ ഉള്ളൂ. ഈ സ്റ്റോക്ക് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, സെല് ചെയ്തിട്ടില്ല. ഇവിടെ നിർത്തരുത്, കാരണം ഇവിടെ നമ്മളുടെ ടി-പിൻ അപ്രൂവ് ആയിട്ടേ ഉള്ളൂ. സെല് ചെയ്യാനുള്ള ഓർഡർ ഇനിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമുക്കിവിടെ സബ്മിറ്റ് ഓർഡർ കാണാം. സബ്മിറ്റ് ഓർഡർ ക്ലിക്ക് ചെയ്തു. ഇപ്പൊ എന്റെ ഓർഡർ പ്ലേസ് ആയിട്ടില്ല, കാരണം മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ അപ്സ്റ്റോക്സ് പ്രോ ന്യൂ ആപ്പ് ഉപയോഗിച്ച് ഒരു ടി-പിൻ ജനറേറ്റ് ചെയ്ത് ഒരു ഹോൾഡിംഗിലുള്ള സ്റ്റോക്ക് സെല് ചെയ്യുന്നത്. upstoxkerala.in ഉപയോഗിച്ച് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ടവരോട് ഷെയർ ചെയ്യുക. upstoxkerala.info നമ്മുടെ ബ്ലോഗാണ്. വീണ്ടും ചെറിയ നല്ല വീഡിയോകളായിട്ട് നമുക്ക് ഇനി കാണാം. അതുവരേക്കും ഗുഡ് ഡേ, ഹാപ്പി ട്രേഡിംഗ്. താങ്ക് യു.